അത്തരണത്തിലുള്ള ആ പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കുട്ടനാട്ടിലെ, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെ വിവിധ കുടുംബങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ഫൗണ്ടേഷൻ നൽകുന്നുണ്ട്. ഓരോ കൊല്ലവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അംഗീകാരം നൽകുന്നു, അവർക്ക് പഠനത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നു, വിജയിക്കുന്നവരെ, ഉന്നത നിലവാരത്തിലെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ. കുട്ടനാട്ടിലെ സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമുള്ള കമ്മ്യൂണിറ്റി സെന്റർ കണ്ണാടിയിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അത് വളരെ മഹനീയമായ ഒരു കാര്യമാണ്. അതൊരു വലിയ മനസ്സിന്റെ ഉടമയ്ക്ക് സാധ്യമാകും. മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന, സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന, സഹജീവികളുടെ കഷ്ടപ്പാട് തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാകുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആ മനസ്സിനെ പാകപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് എന്നുള്ള ആ ഒരു ചിന്ത. ആ സഹോദരി നമ്മെ വിട്ടുപോയി. പക്ഷേ ആ സഹോദരി നമുക്കായി ബാക്കിവെച്ച ഒത്തിരിയേറെ നന്മകൾ ഇനിയുമുണ്ട്. അതൊക്കെ എന്നും നമുക്ക് ഓർമ്മിക്കണം. അത് പ്രാവർത്തികമാക്കാൻ പ്രിയമുള്ള ശശിചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ശക്തിയേകണേ എന്ന് ജഗദീശ്വരനോട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ ആ സഹോദരിയുടെ ദീപ്തമായ ഓർമ്മ അത് എന്നും ഒരു ഊർജമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അവസരത്തില് ആ നല്ല ഓർമ്മകൾ എന്നും ഉണ്ടാകണേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ജഗദീശ്വരന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും കുഞ്ഞുങ്ങൾക്കും സന്തോഷകരമായ നല്ല ദിനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു കടപ്പാടിൻ്റെ വലിയൊരു എന്തൊന്നുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു സ്നേഹത്തിൻ്റെ നിറകുളം, എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാമെന്നുള്ള ഒരു മാതൃകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടി. എനിക്കെൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണക്കാരി ഓമനക്കുട്ടിയോടാണെന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഒരു അസുഖം തുടക്കം അത് കണ്ട് അത്യാവശ്യമായി പോകണമെന്ന് പറയുന്നത് അന്നത്തെ കളക്ടറായിരുന്ന ഗുണവർദ്ധന സാറാണ്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ശശിയോട് പറയും, ശശി ഉടനെ എന്നെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം. അപ്പം തന്നെ ഓമനക്കുട്ടി പറയുന്നത്, താമസിക്കണ്ട, നാളെ രാവിലെ വയ്ക്കുമോ, തിരുവനന്തപുരത്തേക്ക് വയ്ക്കുമോ, ശ്രീ ചിത്രകലയ്ക്ക്. അന്ന് അദ്ദേഹം അവിടെ KTDCയുടെ MD ആണ്. അവിടെ അദ്ദേഹം പോയി എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഞാനും ശശിയും കൂടെ പോവുക. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഉണ്ട്. അത് മാറ്റി വെച്ചിട്ടാണ് ഓമനക്കുട്ടി പറയുന്നത്, അതിന് വയ്ക്കൂ, രാഷ്ട്രീയത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്ന ഇന്നൊന്നും. അതൊക്കെ ഇന്നൊരു ഓർമ്മകൾ മാത്രമാണ്. പ്രിയപ്പെട്ട ഓമനക്കുട്ടിയുടെ ആ ഒരു മനുഷ്യസ്നേഹം, നന്മമരം എന്ന് വിളിക്കും, നന്മമരം. എല്ലാവരും സ്നേഹിക്കാൻ, എല്ലാവർക്കും സഹായം ചെയ്യാൻ ഒരു മനസ്സുകളുമില്ല. വാരി കോരി കൊടുക്കുന്നതിൽ എന്തൊരു സന്തോഷമാണ്. കുറഞ്ഞു പോയോ എന്നേ ചോദിക്കത്തുള്ളൂ, കൂടിയെന്നൊരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. അത് മതിയോ ചേട്ടാ എന്ന് ചോദിക്കുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു നന്മമരത്തിൻ്റെ ഓർമ്മ പുതുക്കുകയും നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേരിവിടെ വന്നത്. ആ കുടുംബത്തെ സ്നേഹിക്കുന്ന, ശശികലയെ സ്നേഹിക്കുന്ന ആ കുടുംബത്തിൽ നമ്മളെല്ലാം ഇവിടെ എത്തുകൂടി എന്താണെന്ന് വെച്ചാൽ, ആ ഓമനക്കുട്ടി എന്ന് പറയുന്ന നന്മമരത്തിൻ്റെ അതിൻ്റെ ആ തണലിൽ നമ്മളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട ശശി സാറുമായിട്ട് അങ്ങേയറ്റം അടുത്ത ഒരു ബന്ധമുണ്ട്. കാരണം പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി സഹായങ്ങൾ ശശികലാധരൻ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം നിങ്ങളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സാറിൻ്റെ പ്രിയപ്പെട്ട ഭഗ്നി കഴിഞ്ഞ കൊല്ലം ഈ ലോകം വിട്ടുപോയി. തീർച്ചയായിട്ടും ആ വേദനയിൽ ഞാനും പങ്കുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ നാടിനെല്ലാം വലിയ സഹായമായിട്ടാണ് പറയുക. എസ് കെ ഫൗണ്ടേഷന് ഇന്ന് എല്ലാവർക്കും ഒത്തിരി സഹായം ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. അത് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർക്ക് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒത്തിരി സഹായങ്ങൾ എസ് കെ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ശശികലാധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. അത് അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ കാര്യമാണ്. പ്രിയങ്കരിയായ ഓമന ചേച്ചിയുടെ വിയോഗത്തിൽ വേദന അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശശികലയും പ്രിയപ്പെട്ട മക്കളെയും ഒരു നല്ല തോട്ടക്കാരൻ താൻ നട്ടു വളർത്തിയ പൂച്ചെടികളെ വീക്ഷിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ തൻ്റെ തൻ്റെ മക്കളെപ്പോലെ സ്നേഹിച്ച് വളർത്തിയ ചെടികളെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ താൻ ഏറ്റവും വിലപ്പെട്ട സ്നേഹിച്ച് വളർത്തിയ ഒരു ചെടിയിലെ ഒരു മനോഹരമായ പുഷ്പം ആരോ ഇറുത്തെടുത്തിരിക്കുന്നു. തോട്ടക്കാരന് സഹിച്ചില്ല. അവൻ അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് ഈ പൂ ഇറുത്തെടുത്തത്? ഉടൻ തന്നെ മറുപടി വന്നു, യജമാനൻ. പിന്നെ തോട്ടക്കാരൻ ഒരക്ഷരവും മിണ്ടിയില്ല. നമ്മുടെ ഇടയിലെ വളർന്ന് മനോഹരമായി വികസിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു മനോഹരമായ പുഷ്പത്തെ ഈശ്വരൻ ഇറുത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന്. നമുക്ക് ഈശ്വരനോട് ചോദിക്കാൻ വാക്കുകളില്ല. ഈശ്വരൻ്റെ ആ പ്രവൃത്തി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു മതിയായപ്പോൾ ആ പുഷ്പത്തെ അതിൻ്റെ നാഥൻ ഇറുത്തെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ നിന്നും എടുത്ത ആ സ്നേഹമുള്ള ആ മനോഹരമായ പുഷ്പത്തെ സ്വർഗരാജ്യത്തിൽ നല്ലൊരു സ്ഥാനത്ത് ഇടം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതരായ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശശികലയെ എൻ്റെ ആദരവുകളെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശശിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെയധികം ആത്മബന്ധത്തിന് അടിമയായി തീർന്നു എന്നുള്ളതാണ്. അന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയ ആളിവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖതാവിൽ തന്നെ ശ്രീ ശശികലാധരനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതിന് നന്ദി പറയുകയാണ്. അത്രയും നല്ലൊരു സുഹൃത്തിന് ഇത്രയും നീണ്ട കാലം, ഇപ്പോൾ 25 വർഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പം അതിനിടയിൽ ശ്രീമതി ഓമനക്കുട്ടിയുമായിട്ടുള്ള സ്നേഹബന്ധം എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സഹോദരിയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചത്. എന്നെ സംബന്ധിച്ച് ശശിയേട്ടനെ പരിചയപ്പെട്ട സമയം മുതൽ ശശിയേട്ടൻ്റെ കൂടെ സഹിച്ചു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംസാരമൊക്കെ എപ്പോഴും കടന്നു വരുന്നൊരു കഥാപാത്രമാണ്. അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ മിക്കവാറും ആളുകൾ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ആഴത്തിലൊരു ബന്ധം എത്രമാത്രം ഒരു സാധാരണ ഭാര്യാഭർത്തൃ ബന്ധം എന്നതിനപ്പുറമായ ഒരു റിലേഷൻ നിശ്ചയമായും നമുക്ക് ദർശിക്കാൻ പറ്റും പുറമേ നിന്നുള്ളതാണ് കാണുന്ന കാര്യം. ഒരു വർഷം മുമ്പ് അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാ വാർത്തയും കേട്ടത്.
അത് സമയത്ത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അറിഞ്ഞുള്ളിൽ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ ചെന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നെല്ലാം വളരെ സമയമെടുത്ത് തന്നെ നേരെ സംസാരിച്ചു. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു വേർപാടാണ്. നമ്മളെല്ലാം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമെങ്കിലും ചില മരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒഴിക്കും. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് രക്തബന്ധമുള്ളവർക്ക് മാത്രമല്ല, അല്ലാതെയുള്ള മനുഷ്യർക്കും അവരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യം. നിശ്ചയമായും നമ്മുടെ സൊസൈറ്റിയിൽ ഇവിടെ ഇപ്പോൾ വിവരിച്ച പോലെയുള്ള ധാരാളം ആക്ടിവിറ്റികൾ, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ധാരാളം കാര്യങ്ങൾ SK ഫൗണ്ടേഷന്റെ ഭാഗമായി ശശിധരൻ എങ്ങനെയാണോ ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്കൻഡായി ആ പ്രവർത്തനമെല്ലാം നയിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആൾ കൂടിയാണ് പ്രിയപ്പെട്ട ചേച്ചി. ദീർഘായി ഞാൻ പറയേണ്ടതായിട്ടില്ല. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ശ്രീമതി SVS നായരുടെ വേർപാടിനുള്ള ദുഃഖം ഇപ്പോൾ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ തടഞ്ഞിട്ടുണ്ട്. ആ മഹവ്യക്തിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനിവിടെ എല്ലാവരും ഇവിടെ പറഞ്ഞു, ഓമനക്കുട്ടിയുടെ അകാലത്തിലുള്ള മരണം ഒരിക്കലും നമുക്ക് നികത്താനാവാത്ത നഷ്ടവും ദുഃഖവും തരുന്നതുമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ എൻ്റെ സഹോദരൻ ശശിയെയും ഓമനക്കുട്ടിയെയും പരിചയപ്പെടുന്നത് 30 വർഷം മുമ്പാണ്. ഞാൻ ഈ ആലപ്പുഴയിൽ DYSP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ഒരു 30 വർഷം. ആ 30 വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി. ഞാൻ ഇവിടുന്ന് ശശി താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഞാൻ ഇവിടുന്ന് പോയി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ വീട്ടിൽ പോവുകയും ഓമനക്കുട്ടി വിളമ്പിത്തുന്ന ഭക്ഷണം, പല പ്രാവശ്യം വിളമ്പിത്തുന്ന ഭക്ഷണം വളരെ രുചിയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഞാൻ കഴിക്കുകയും ചെയ്തു ഓർമ്മിക്കുകയാണ്. എനിക്കൊരു വല്ലാത്ത, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചില്ലെങ്കിൽ ഓമനക്കുട്ടി എനിക്ക് എന്നും എൻ്റെ സ്വന്തം സഹോദരിയാണ്. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്നാ വ്യക്തിത്വം, നമ്മളോട് പെരുമാറുന്ന ആ രീതി, കാര്യങ്ങളെ കാണാനും പറയാനും ഇടപെടാനും കഴിയുന്ന ആ നല്ല സ്വഭാവം, ഇതൊക്കെ ഞാൻ വളരെ വിരളമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്നതുപോലെ ഓമനക്കുട്ടി ജീവിച്ചിരുന്നു എങ്കിൽ ഈ ഫൗണ്ടേഷന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. ശശിധരനോട് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ ജീവിതത്തിൽ ചേർത്ത് വെച്ച്, ഇടം കൈയും വലം കൈയുമായി ചേർത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഏറ്റവും നൈപുണ്യപൂർണമാക്കിയത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം വളരെ കുറച്ച് നാൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ കാണിച്ച ഈ ആഡുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ സതി ചേച്ചിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാം ഒരു കുടുംബത്തിന്റെ നാഥനായി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പാതിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുഖ്യധാരയിലേക്ക് അതിനെ കൈപിടിച്ചുയർത്തുവാൻ ശ്രമിക്കാറില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തീരുമാനങ്ങൾക്കാണ് കൂടുതൽ വില കൽപ്പിക്കാറുള്ളത്. എന്തു പറഞ്ഞാലും ശശിചേട്ടൻ സതിച്ചേച്ചിയോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ സതിച്ചേച്ചി പറയുന്ന കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞ് എപ്പോഴും എന്നെ കാണുമ്പം പറയും, നിന്റെ കുഞ്ഞിനെ സതി അന്വേഷിച്ചിടാം. കാണാനുള്ള ആഗ്രഹം എത്രയോ തവണ കണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചിരിക്കുന്നു എൻ്റെ മകള്. ഓമനക്കുട്ടിയെ പെണ്ണ് കാണുന്നു. അന്ന് എനിക്കൊരു പഴയ അംബാസഡർക്കാരുണ്ടായിരുന്നു, മങ്കമ്പുകാരൻ അപ്പൂച്ചേട്ടൻ ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ ആ കാറിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ടാണ് ഓമനക്കുട്ടിയെ പെണ്ണ് കാണുന്നത്.
എന്താ പറയുന്നത്, ഒരു ഐശ്വര്യത്തിൻ്റെ പൂർണ്ണരൂപം. അവർ ഓമനക്കുട്ടിയും ഓമനക്കുട്ടിയുടെ 2 സഹോദരിമാരും ലതയും സന്ധ്യയും അവർ 3 പേരും കൂടെ വന്നത്. ഞങ്ങൾ പോയി കണ്ടു, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ മറ്റൊന്നും ആലോചിച്ചില്ല. ശശികലാധരൻ നായർക്ക് ഏറ്റവും എന്താ പറയുന്ന അനുയോജ്യയായ വധുവാണ് എന്ന് ഞങ്ങളൊരു കുറേ കപ്പ് ഓഫ് ടീ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അദ്ദേഹം സർവാത്മന അദ്ദേഹത്തിൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആ വിവാഹം ഉറപ്പിക്കുകയാണ്. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞങ്ങളെ വിവാഹം നടത്തി. ആരുമില്ല ഓടാൻ, ഞങ്ങൾ 2 പേരും തന്നെയാണ് ഓടുന്നത്. എന്താ പറയുക, അടപ്രഥമൻ നിൽക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അരി പോലും നമുക്ക് ചുവന്ന അരി വേണമെന്നുള്ള ഞങ്ങളുടെ നിർബന്ധത്തിൽ തിരിച്ച് കണ്ണാടി വന്ന് നമ്മൾ ആൾക്കാരെ കൊണ്ട് ഉരലിടിപ്പിച്ച് രാത്രിയിൽ ഞങ്ങൾ അരി അവിടെ കൊണ്ട് കൊടുത്ത് അടപ്രഥമൻ വെപ്പിച്ചു. അങ്ങനെ എല്ലാ കാര്യത്തിലും അന്ന് മുതലല്ല, ശശികലയുടെ ബന്ധത്തെക്കുറിച്ച് എനിക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം അത് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ മൂക്കുട്ട് ഒലിപ്പിക്കുന്ന പ്രായം എന്ന് പറയുന്നത് അന്ന് മുതൽ ഞങ്ങളുടെ ബന്ധമാണ്. അതിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഓമനക്കുട്ടിയെ മാത്രമാണ് പ്രതിപാദിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഐശ്വര്യമോളുടെ ജനനം, അഞ്ചുമോളുടെ ജനനം, ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ എല്ലാത്തിലും എന്താ പറയുന്നത്, ശശികല എങ്ങനെയൊക്കെ അതിനകത്ത് ഭാഗമാക്കാവുന്നു അതിലെല്ലാം കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഓമനക്കുട്ടി ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ച് എനിക്ക് സത്യമായി ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് നിന്ന് ആ വേദന മുഴുവൻ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്നിപ്പോൾ ഇവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനത് നന്ദി ഒറ്റ വാക്കിൽ പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ തട്ടിയ